എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാൽ പ്രകമ്പനം സിനിമകളുടെ OTT റിലീസ് തീയതി വന്നു. അതുപോലെ ടോക്സിക് ട്രെയിലർ അപ്ഡേറ്റ്, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ, അജു വർഗീസ്, ദിവ്യ പിള്ളൈ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ ആക്ഷൻ ഡ്രാമ സിനിമയാണല്ലോ ധീരം. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. വരുന്ന മാർച്ച് 6 മുതൽ ചിത്രം സൺനെക്സ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. ഇന്ദ്രജിത്തിന്റെ മികച്ച പ്രകടനവും ഉദ്വേഗഭരിതമായ നിമിഷങ്ങളും കോർത്തിണക്കിയ ഈ ചിത്രം ഈ ആഴ്ചയിലെ പ്രധാന OTT റിലീസുകളിൽ ഒന്നാണ്. സുരേഷ് ത്രിവേണി സംവിധാനം ചെയ്ത് അനിൽ കപൂർ, രാധിക മദൻ, മോണ സിംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ ആക്ഷൻ ഡ്രാമ സിനിമയാണല്ലോ സുബേദാർ. തുമാരി സുലു, ജൽസ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സുരേഷ് ത്രിവേണി ഒരുക്കുന്ന ഈ ചിത്രം ഒരു മുൻ സൈനികന്റെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ് പറയുന്നത്. പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 5 മുതൽ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം പ്രേക്ഷകർക്ക് ആസ്വദിക്കാവുന്നതാണ്. കിഷോർ പാണ്ഡുരംഗ് ബലേക്കർ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗാന്ധി ടോക്സ്. ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 6 മുതൽ C5 വഴി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. സംഭാഷണങ്ങളില്ലാത്ത ചിത്രമാണെങ്കിലും മലയാളം, തമിഴ്, തെലുഗു എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തും. വിജയ് സേതുപതിയുടെയും അരവിന്ദ് സ്വാമിയുടെയും ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. AR സജീവ് സംവിധാനം ചെയ്ത് തരുൺ ഭാസ്കർ, ഈഷ റബ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ഓം ശാന്തി 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 ഹി. 2022 മലയാളത്തിൽ വൻ ഹിറ്റായി മാറിയ ജയ് 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 ഹേ എന്ന സിനിമയുടെ ഔദ്യോഗിക റീമേക്കായാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത ഈ കുടുംബ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആഹാ വീഡിയോസ് ആണ്. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇന്ന് രാത്രി 12 മണി മുതൽ, അതായത് മാർച്ച് 4 മുതൽ ആഹാ വീഡിയോ പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. തരുൺ ഭാസ്കറിന്റെയും ഈഷ റബയുടെയും തകർപ്പൻ പ്രകടനം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചിത്രം ഒരു മികച്ച വിരുന്നായിരിക്കും. മദൻ സംവിധാനം ചെയ്ത് അനശ്വര രാജൻ, അഭിഷൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ വിത്ത് ലവ്. മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരം അനശ്വര രാജന്റെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം തിയേറ്ററുകളിൽ ഒരു ഫീൽ ഗുഡ് അനുഭവം സമ്മാനിച്ചിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വരുന്ന വെള്ളിയാഴ്ച, അതായത് മാർച്ച് 6 മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം പ്രേക്ഷകർക്ക് ആസ്വദിക്കാവുന്നതാണ്. പ്രണയവും വൈകാരിക നിമിഷങ്ങളും കോർത്തിണക്കിയ ഈ ചിത്രം ഈ ആഴ്ചയിലെ പ്രധാന OTT റിലീസുകളിൽ ഒന്നാണ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് കന്നഡ സൂപ്പർ താരം യശ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ടോക്സിക്. KGF സീരീസിന് ശേഷം യശ് നായകനായെത്തുന്ന ചിത്രം എന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് സിനിമാ ലോകം ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത്. ഗീതു മോഹൻദാസിന്റെ വേറിട്ട മേക്കിങ്ങും യഷിന്റെ മാസം ചേരുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ ഒരു വിസ്മയമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിന്റെ ആദ്യ ഔദ്യോഗിക ട്രെയിലർ വരുന്ന മാർച്ച് 8 പുറത്തിറങ്ങുകയാണ്. മലയാളം, കന്നഡ, തമിഴ്, തെലുഗു, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി ഒരേ സമയം ട്രെയിലർ റിലീസ് ചെയ്യും. വീര സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം, സാക്ഷി വൈദ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഹാൽ. ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് എന്റർടൈനറായി ഒരുങ്ങിയ ഈ ചിത്രം ഷെയ്ൻ നിഗത്തിന്റെ വേറിട്ട അഭിനയ പ്രകടനം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തിയേറ്ററുകളിൽ മികച്ച ദൃശ്യാനുഭവം സമ്മാനിച്ച ഈ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് മനോരമ മാക്സ്. അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 6 മുതൽ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുകയാണ്. വിജേഷ് പനത്തൂർ സംവിധാനം ചെയ്ത് സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പ്രകമ്പനം. നർമ്മത്തിനും ഹൊററിനും പ്രാധാന്യം നൽകിയൊരുക്കിയ ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് മികച്ചൊരു എന്റർടൈനർ അനുഭവം സമ്മാനിച്ചിരുന്നു.
അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സി5 സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ തിയേറ്ററുകളിലെ വിജയത്തിന് ശേഷം ചിത്രം മാർച്ച് 2 വാരത്തോടെ സി5 വഴി OTT റിലീസ് ചെയ്യുകയാണ്.